ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാത്രി എണീറ്റിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജിമ്മിൽ പോകണം. നമ്മളെന്തായാലും ജിമ്മ് മുടക്കുന്നില്ല. ജസ്റ്റ് മെയിൻ അതായത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് വെക്കാന്നുള്ളൊരു പരിപാടിയാണ്. ജസ്റ്റ് ജിമ്മിൽ പോയി ഒരു ഓൾ ബോഡി വർക്കൗട്ട്സ് ജസ്റ്റ് ചെയ്യുക, വരിക. 8 മണിയായി, ഉറക്കത്തിൽ എണീറ്റ് നേരത്തെ എണീറ്റുന്നത്. ലെറ്റ്സ് ഗോ. ഞാൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോണത്. പുതിയ വണ്ടി ഇന്നലെ എടുത്ത നമ്മുടെ പുതിയ വണ്ടിയിൽ നമ്മുടെ ചൈന 1 മന്ത്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഈ ജിമ്മിലോട്ട്. ഈ ജിമ്മ് തുടങ്ങിയ സമയത്ത് ഒരു 6000 രൂപ കൊടുത്ത് ഞാൻ ഇവിടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെടുത്തിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ എറണാകുളത്തോട്ട് വന്നത്. അങ്ങനെ ഇന്ന് ചെസ് ഡേ ആയിരുന്നു. നമ്മൾ ചെസ് വർക്കൗട്ടൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്ത്, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം പമ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, ദിസ് ഈസ് മൈ ബിഗ് ബ്രദർ. പേര് ബിച്ചു എന്നാണ്. ആദ്യമായിട്ട് ഞങ്ങളെയൊക്കെ ജിമ്മിൽ കൊണ്ടുപോയ പയ്യനാണ്. ഇപ്പം വലിയ ബോഡി ബിൽഡറൊക്കെ ആയി. ചേട്ടൻ്റെ ഒപ്പമാണ് ഞാൻ ജിമ്മിലോട്ട് വന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി. 10 മണിയായി ഓൾമോസ്റ്റ്. നേരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അമ്മയുടെ സ്വാദുള്ള ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പപ്പയ്ക്ക് ഒരു ഓണക്കോഴി എടുക്കാനാണ്. സാധാരണ ഓണക്കോഴി എടുക്കാൻ, ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേണ്ട, എനിക്ക് വയ്യാന്നൊക്കെ പറയുന്ന ആളാണ്. ഇപ്രാവശ്യം എങ്ങനെയോ ഒരു ഓക്കെ പറഞ്ഞു. അപ്പം തന്നെ ആളെയും കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു സ്കൂപ്പ് പ്രോട്ടീനൊക്കെ എടുത്ത്, കാരണം നമ്മൾ പ്രോട്ടീൻ ഗോൾ എന്തെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആക്കണം. എന്നെ ടൂണ് പോയി. തിന്നോ നല്ല സാമ്പാർ. എത്ര നാളായെന്നറിയോ ഞാൻ എല്ലാം കഴിച്ചിട്ട്. അത്രയൊക്കെ മതി. കൂടുതൽ കഴിച്ചാൽ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. സൂപ്പർ. ഇവിടെ എവിടെ നിന്ന് കഴിച്ചാലും വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റും പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഇപ്രാവശ്യത്തെ വ്ളോഗിൽ കൂടുതലും ഫുഡടിയും പരിപാടിയും മാത്രമായിരിക്കും കൂടുതലും. കാരണം ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മെയിനായിട്ട് വന്നത്. മനസ്സിലായില്ലേ? നമ്മളൊന്ന് ഉച്ചയ്ക്ക് തോന്നുന്നു ബീഫാ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്, കണവ. കണവ കിട്ടിയില്ല. നാളെ കണവ എവിടെ നിന്നും പോയി സെറ്റ് ആക്കണം. കണവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്തോ പറയണതിന്, ഇംഗ്ലീഷിൽ എന്തോ ഒരു സാധനം പറയും. പിന്നെ മറ്റേ ഇത് കല്ലുമ്മക്കായ, ചിപ്പി. ചിപ്പി കിട്ടൂല. ഇപ്പം ഞാൻ എവിടെയും പോയി വാങ്ങിച്ചോണ്ട് വരും. എനിക്ക് ഉണ്ടാക്കി തന്ന അമ്മ കിടിലായിട്ട് ഉണ്ടാക്കും. സൂപ്പറാണ്. നമുക്ക് എവിടെ നിന്നും പോയി തപ്പി പിടിച്ച് വാങ്ങിച്ചോണ്ട് വരാം. 3 ചക്ര വണ്ടി ഇത്, മുച്ചെടുക്കും വണ്ടി ഇത്, ഒട്ടുക്കാനുള്ള വണ്ടികളെ അപ്പയുടെ കാക്കി. കറക്റ്റ് സൈസ്. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അങ്ങോട്ട് കാർബ് ഡയറ്റിലുണ്ടായിരുന്ന സമയത്ത് ലിസ്റ്റിലുണ്ടായിരുന്നെല്ലാം ഇവിടുത്തെ ഫുഡായിരുന്നു. ചിപ്പിത്തോരൻ, കല്ലിമക്കായ തോരൻ, പിന്നെ ബീഫ്, മട്ടൻ. മതി മതി. ബീഫ് 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 ബീഫ്. ഇച്ചിരി കൂടി. അതെ. എല്ലാവരും കൊതിക്കണം, കൊതി വിടണം. ചിരിഞ്ചി കൂട്ടാം. Nice. So good. So good. കൊള്ളാം കേട്ടോ അമ്മ. നന്നായിട്ടുണ്ട്. ക്രിയാറ്റിൻ. ഞാൻ ഡയറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോവാം. 10 മുട്ട വരുമ്പോൾ 10 മുട്ട. ഓ
ഒരു 10 മാസത്തേക്ക് വാ. വീട്ടിലെത്തേക്ക് ഒരു കോളിംഗ് ബെല്ല് വാങ്ങി. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ ഒരു കോളിംഗ് ബെല്ല് ഓൾറെഡി ഉണ്ടായിരുന്നു. കുഞ്ഞിലെ ഒരു അഹങ്കാരം കാണിച്ച് ഞാൻ അതങ്ങ് ഇല്ലാതാക്കി. അന്ന് തൊട്ട് ഞാനിത് ഇന്ന് ശരിയാക്കണം നാളെ ശരിയാക്കണം എന്ന് പറഞ്ഞ് കുറേ നീണ്ടുപോയി. ഇന്ന് എന്തായാലും അതങ്ങ് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞാനും അമ്മ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പോപ്പുലർ ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അവിടെ ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ അടുത്ത് കാണാനും തൊടാനൊക്കെ പറ്റും. അങ്ങനെ ഞാനും ചേട്ടനും അമ്മയും ഉണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയെങ്കിലും കറക്റ്റ് സമയത്തിന് തന്നെ നമ്മളവിടെ എത്തി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. കയറിയപ്പോൾ തന്നെ എന്തോ ഒരുതരം മീനൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് കുറേ കിളികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ചേട്ടന് ഇതിനടുത്തൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൃഗങ്ങളെയും പക്ഷികളൊക്കെ. ഞങ്ങളുടെ വീട്ടിലും കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഒരു പാർക്ക് വരെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ തത്തയെ കണ്ടോ? അയ്യോ, ഇതിൻ്റെ നഖം കൊള്ളുമ്പോഴത്തേക്ക് നല്ല വേദന. ഇത് തോളി കയറിയിട്ട് ഇങ്ങനെ നമ്മളെ ദേഹത്തോട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ നഖം ചെറുതായിട്ട് കൊള്ളും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പേടിയോടെയാണെങ്കിലും ഞാനും ആളെ തോളിലോട്ട് കയറ്റി. പിന്നെ ഇവിടെ മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ മീനുകളും അത്യാവശ്യം എല്ലാവരും കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ച് ഫുഡ് കാണുമ്പോൾ തന്നെ ഒരു മടുപ്പായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ കിളിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അവരും ചെറിയ മടുപ്പാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വന്ന് നിന്ന് കഴിക്കുന്നതുണ്ടോ. നല്ല രസമായിരുന്നു എന്തായാലും ഈ ഒരു പരിപാടി. ഇറങ്ങുന്ന വഴിക്ക് ഒരു ചെടിക്കട ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അമ്മയുടെ കണ്ണിലൊരു ചെടി വിട്ടിട്ടുണ്ട്. എന്തായാലും അത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത വാശി. പിന്നെ ഞാൻ സമ്മതിക്കുമോ? ചിലപ്പം സമ്മതിക്കും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ നോക്കിയ മീൻ ഒരിടത്തുനിന്നും കിട്ടിയില്ല. അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടി സാധനം. ചേച്ചി പറഞ്ഞ വിലയ്ക്ക് തന്നെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറി ഫുഡൊക്കെ അടിച്ചിട്ട് ഇന്ന് കുറേ കലോറി ഞാൻ കയറ്റിയായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും നടന്നിറക്കണമല്ലോ. അങ്ങനെ കുറച്ച് നേരം നടന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പ്രോട്ടീനൊക്കെ എടുത്ത് നേരത്തെ കിടന്നുറങ്ങണം. കാരണം നാളെ കുറേ പരിപാടികളുണ്ട്. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പാച്ചൂസിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ അതുപോലെ ശരത്തേൻ്റെ വീട്ടിൽ പോകണം. മിന്നിയണ്ണനെ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പേരെ കാണാൻ വേണ്ടിയിട്ട് പോകണം. എപ്പോഴും വന്നാലും ഞാൻ എല്ലാവരെയും കാണാൻ വേണ്ടി ഒരു ഇറങ്ങാൻ വിചാരിക്കും, പറ്റാറില്ല. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് എല്ലാവരും പോയി കാണണം. നമുക്ക് ആദ്യം ശരത്തേട്ടനെ മിന്നിയണ്ണനെ കണ്ടിട്ട് നേരെ പാച്ചൂസിൻ്റെ ഇങ്ങോട്ട് വരാം. കാരണം അവർ രണ്ടൊരു സിറ്റിയിലാണ്. പാച്ചൂസിൻ്റെ വീട് എൻ്റെ ഇവിടെ നിന്ന് അടുത്താണ്. ഒരു 6-7 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്നും ഫുഡ് കഴിക്കാൻ കാണിക്കുന്നില്ല. എന്തായാലും 2 ദിവസം ഫുഡ് കഴിക്കാൻ കാണിച്ചില്ലേ. ഉച്ചയ്ക്ക് സ്പെഷ്യൽ കണവ ഉണ്ട്, അത് കാണിക്കാം. ഓക്കെ അമ്മ, നമ്മുടെ കണവ എന്തായി? ഇതാണ് ഇന്നലെ നമ്മൾ പോയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ട് വന്ന കണവ. ഇവിടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അത് ഫുൾ സെറ്റായിട്ട് നമുക്ക് കഴിക്കാം. കൈരളി TV ഇപ്പോഴും ഭരിക്കുന്നത് പോക്കറ്റ് രാജ തന്നെ. കണ്ടാ, എത്ര വർഷമല്ലേ പോക്കറ്റ് രാജ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. സൂപ്പർ ടേസ്റ്റ്, സീരിയസ് ആയിട്ട്. ഞാനമ്മ ഡയറ്റിലായിരുന്ന സമയത്തെ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് വട്ടായിട്ട് ഇങ്ങനെ ഓരോ ലിസ്റ്റിൽ ഇങ്ങനെ ഇന്ന സാധനം കഴിക്കണം, ഡയറ്റ് കഴിയുമ്പോൾ കഴിക്കണം എന്നിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ആ ലിസ്റ്റിൽ ഒരു സാധനമാണിത്. പക്ഷെ ഇനി കല്ലിമക്കായ എന്ന് പറഞ്ഞാൽ ചിപ്പി, അതുകൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴേ ഉള്ളൂ. നല്ല കണാവയും കിട്ടിയല്ലേ. അടിപൊളി. ഇഞ്ചിയൊക്കെ കൂട്ടി അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രത്ത് പോകണം. മെന്നിയണ്ണ കാണണം, ശരത്തേണ്ണ കാണണം, പിന്നെ ദേവൂട്ടനെ കാണാനും പോകണം, പാച്ചൂസിനെ. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി നമുക്ക്. നമ്മുടെ കാറിൻ്റെ മെറുക്കേപ്പിൽ ഒരു പ്രാന്തൻ നമുക്ക് കൊണ്ട് ചേർത്ത് തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഇതിൻ്റെ ക്യാപ്പ് പൊട്ടിപ്പോയി. പിന്നെ
ഗ്ലാസും പൊട്ടിപ്പോയി അകത്തുള്ള. അപ്പോൾ ഗ്ലാസ് എന്തായാലും വലിയ കാശൊന്നും വരത്തില്ല, അത് സെറ്റാക്കണം. പിന്നെ നമ്മൾ ക്യാപ്പ് എന്തായാലും മാറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഓൾറെഡി. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പച്ചൂസിനെ കാണാൻ വേണ്ടിയാണ്. പച്ചൂസിനെയും ദേവൂട്ടനെയും പോയി കാണാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പാച്ചൂസിൻ്റെ വീട്ടിലെത്തി. അവസാനം നമ്മൾ നൂലിട്ടിന് ഇവിടെ വന്നേ. നമുക്ക് അവനൊക്കെ കാണാം. ഇത് ആരാ? ഇത് ജൂഹിയാണോ? ഇത് ജൂഹിയാണോ? ഹലോ, ഹായ് ജൂഹി. ഹായ് ജൂഹി. ഒന്ന് ചിരിച്ചാൻ ചോദിച്ചേ. ലൈറ്റ് ഡിമാൻഡാണോ? ദേവട്ടി പീക്കാബൂ പീക്കാബൂ. നിശ്ചി വരുമ്പോഴത്തേക്ക് സ്നേഹമമ്മയും കൂടെ കൊണ്ടുവരണമെന്ന് പറ, ചെറിയമ്മയും കൂടെ കൊണ്ടുവരണമെന്ന് പറ. ഒരു ഡയറ്റ് കഴിഞ്ഞ ഒരാൾക്ക് വീട്ടിൽ വന്നപ്പോൾ തരുന്നതാണോ വാച്ചൂസ്? എന്തൊക്കെയാണ്? അയ്യോ, ഒരു പപ്സ് കഴിക്കാം. ഹലോ, മാമ കൊണ്ടുപോക്കാണ്. പോണോ? ഹലോ, ഇതാരാ? ഇതിപ്പോ ഒരു പ്രോട്ടീൻ പൗഡർ ഒക്കെ തരുവുണ്ട്. ഇതിപ്പോ പ്രോട്ടീൻ പൗഡർ ഒക്കെ വായി വെച്ചിടുണ്ട്. പോണോ? അത് ജിമ്മി കൊണ്ട് മഷീൻ പെയിന്റ് ആക്കൂല. മഷീൻ പെയിന്റ്. ടാറ്റാ ഗായ്സ്. നമ്മൾ അടുത്തത് നമ്മൾ ശരത്തേട്ടൻ്റെ വീട്ടിലോട്ട് പോവാ. ശരത്തേട്ടൻ്റെ വീട്ടിലോട്ട് ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് അല്ലല്ലോ, ഒരു 3/4 മണിക്കൂറുണ്ട്. 25 കിലോമീറ്റർ ഉള്ള ഓൾമോസ്റ്റ് നമ്മുടെ കഴക്കൂട്ടം അതിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം അങ്ങോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ശരത്തേട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. ഇനി നമുക്ക് പോയി ശരത്തേട്ടനെ കാണാൻ. ശരത്തേട്ടൻ ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ്. ആള് വ്ളോഗിൽ തലേന്ന് കാണിക്കത്തില്ല. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഓ, ഇവിടുത്തെ ഗ്ലാസ് ആണ് വിഷയം. ബോംബുണ്ടോ ഇവിടെ? ശരി, എന്നെ കണ്ടുള്ള ഒരു ഇത് പറ. ചേട്ടനൊരു ഇമ്പ്രഷൻ. ചേട്ടനെ കാണിക്കില്ല, സൗണ്ട് മാത്രം എടുത്തിട്ട് കൊണ്ടോ? കുഴപ്പം പറ. എന്റെ ഇമ്പ്രഷൻ എടുക്കാൻ വന്ന ഗൈസ്. ഞാൻ പോയി ശരത്തേനത്തൊക്കെ സംസാരിച്ചിട്ട് വരാം. ഒരു ബൈ ബൈ പറഞ്ഞേ. ടാറ്റാ. കൈ മാത്രം കാണിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ശരത്തേട്ടൻ ഭയങ്കര ഷൈയാണ്. എനിക്കിത് ഓൾറെഡി അറിയാമായിരുന്നു. ഞാനത് ഗസ് ചെയ്തിട്ടാണ് വന്നത്. കൈ കാണിച്ച തന്നെ എന്തോ ഭാഗ്യമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. നാളെ നമ്മൾ വൈകിട്ടാണ്, രാത്രിയായിരിക്കും നമ്മൾ എറണാകുളത്തോട്ട് പോകണം. എറണാകുളത്തോട്ടല്ല, വേറെ 2-3 പ്ലാൻ ഉണ്ട്. ഞാൻ പറയാം, രാവിലെ എണീറ്റിട്ട് പറയാം. നാളത്തെ കാര്യം നാളെ, അങ്ങനെയല്ലേ? ബൈ ഗൈസ്. നമ്മൾ രാവിലെ തന്നെ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത്, എന്തായാലും വർക്കൗട്ട് മുടക്കുന്നില്ല. അതുകൊണ്ട് രാവിലെ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇന്ന് പോവാണ്. ഇന്ന് വൈകിട്ട് പോകാനാണ് പ്ലാന്. ഇന്ന് ഈഗിളിൻ്റെ അങ്ങോട്ട് പോയ പ്ലാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കയറുന്നായിരുന്നു പ്ലാന്. എന്തായാലും അവൻ്റെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നാളായി. സോ അവനെ കൂടി അങ്ങോട്ട് ഒന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റാവാം. ഇന്ന് 1-2-3 പരിപാടികളൊക്കെ ഉണ്ട്. നോക്കാം. യെസ്, ഇതെൻ്റെ അപ്പച്ചൻ്റെ വീടാണ്. അമ്മയുടെ പപ്പയുടെ വീടാണ്. നമ്മുടെ കുടുംബ വീട്. ഇവിടെയാണ് നമ്മൾ ബൈക്കും സംഭവങ്ങളൊക്കെ വെക്കണം. യെസ്, ഇതാണ് അമ്മമാർ കൂടെ ഉണ്ടായുള്ള അഡ്വാൻറ്റേജ്. കണ്ട, ഓ എന്താ ഒന്നും അറിയണ്ട. ജസ്റ്റ് ജിമ്മിൽ നിന്നപ്പോൾ തന്നെ അമ്മ ഞാൻ പോലും പറയാതെ ഫുൾ സെറ്റാക്കി വെച്ച്. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി, സ്വന്തമായിട്ട് കഴിച്ച്. എന്തൊരു ബുദ്ധിമുട്ടാ. ഐ മിസ് യു അമ്മ, ഐ മിസ് യു ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പോവാണ്. ഇന്ന് നമുക്കൊരു ഇവിടെ നിന്നൊരു 8 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങണം. അതിന് മുന്നേ കാർ കഴുകാറുണ്ട്. പിന്നെ ഇത് കണ്ടല്ലോ നിങ്ങൾ, വണ്ടിയുടെ മിററും അതുപോലെ മിററിൻ്റെ ക്യാപ്പും പൊട്ടിപ്പോയി. സോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇപ്പം മാരുതിയുടെ ജെനുവിൻ പാർട്സ് ഉണ്ട്. ഇവിടെ ജെനുവിൻ പാർട്സിൻ്റെ ഷോപ്പുണ്ട് അടുത്ത്. അപ്പോൾ അവിടെ പോയി നോക്കാം ഗൈസ്. നമ്മൾ സെറ്റ് ചെയ്ത്, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈറ്റേ ഉള്ളൂ. വേണമെങ്കിൽ പെയിൻ്റ് അടിക്കണം. രണ്ട് കളർ നോക്കി, 2 കളറ്. പിന്നെ ഗ്ലാസ് സെറ്റ് ചെയ്ത്, ഗ്ലാസ് ഞാനാണ് സെറ്റ് ചെയ്തത്. വർക്കാവോ നോക്കണം. വർക്കാവണേ.
വർക്കാവുന്നില്ല കേട്ടോ. ആഹാ സാധനം അടിച്ചു സൈഡിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ വന്നേക്കണേ നമ്മുടെ എൻ്റെ സ്പെഷ്യൽ ഒരു സ്പോട്ടായിരുന്നത് ശിവ ബേക്കറിലെ പപ്സ്. ഇവിടുത്തെ പപ്സ് കഴിക്കണം വേറെ ലെവലാണ്. ഞാൻ എൻ്റെ ലിസ്റ്റിലെ അടുത്ത സാധനം ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം. യെസ്, നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഇവിടുത്തെ പപ്സായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം. അതായത് ഇവിടുത്തെ ഒരു പപ്സും ലൈമും വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ചായ വിത്ത് പപ്സ് തരൂ മമ്മി. താങ്ക് യു. ഞാനല്ലേ താങ്ക് യു പറയണ്ടേ. അടിപൊളി. നാളെ തൊട്ട് ബാക്ക് ടു ട്രാക്കാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഞാൻ ചീറ്റ് മീൽസ് എടുത്തില്ല. ചീറ്റ് മീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ കോൾ കംപ്ലീറ്റ് ആക്കുമായിരുന്നു. പിന്നെ ഓവറായിട്ട് ഫുഡും കഴിച്ചില്ല. ഒരു ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, സെറ്റാവും. അപ്പോൾ ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. ബൈ ബൈ. ഇനി അടുത്ത വർഷം ആണോ? ക്യാമറ ഓഫ് ചെയ്യാം. സിന്ധി ആവണോ? കരയാണോ? അപ്പോൾ ബൈ ബൈ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അങ്ങോട്ട്. പപ്പ ഇല്ല, പപ്പ ഓട്ടം പോയി. അപ്പോൾ പപ്പ കാണാം അങ്ങോട്ട് പോകുമ്പോൾ. ഗൈസ്, അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ നേരെ പോവാണ്. നേരെ നമ്മളടുത്ത് പോകാൻ പോണത് മെന്നിയണ്ണൻ്റെ വീട്ടിൽ. മെന്നിയണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഈഗിളിൻ്റെ വീട്ടിലോട്ടാണ് പോണേ. അപ്പോൾ മെന്നിയണ്ണൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മെന്നിയണ്ണൻ എന്തോ ഒരു തിരക്കിൽ നിൽക്കുകയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെന്നിയണ്ണൻ ഉണ്ടെങ്കിൽ മെന്നിയണ്ണൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ട് നേരെ ഈഗിളിൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലുലു മോളിൽ നമ്മുടെ ബോബ് മാർലി അവിടെ നിപ്പുണ്ട് ലുലുവില്. അപ്പോൾ ബോബിനെയും തൂക്കിയിട്ടാണ് നമുക്ക് പോയാൻ. ബോബ് ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ അവൻ ഈഗിളിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗങ്ങളൊക്കെ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ സ്ട്രെയിറ്റ് ഹൈവേ കയറും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ നിന്ന് കൊറേ നേരമായിട്ട് കുറവാണ്. പോലീസുകാരൊക്കെ സ്കെച്ച് ചെയ്ത് ചുമ്മാ നിന്നാലും സ്കെച്ച് ചെയ്യണ്. മുടി വളർത്തി അപ്പൊ സ്കെച്ചിങ് ആണ്. ഗൈസ്, നമ്മള് മെന്നിയണ്ണന്റെ ഫ്ലാറ്റിലെത്തി. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നാളെ 11ാമത്തെ നിലയിലാണ് കേട്ടോ. 15ആണോ? യെസ്. മെയിനായിട്ട് വന്ന ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിയണ്ണ കാണാം. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് മേടിക്കാണ്ട്. നമുക്ക് കുറച്ച് മൗസ് പർച്ചേസ്, അതായത് മൗസ്, പിന്നെ നമ്മുടെ മൗസ് പാഡ്, പിന്നെ ഒരു ഹെഡ്ഫോൺ. ഈ 3 സാധനവും മെന്നിയണ്ണ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എടുക്കണം. എന്നിട്ട് നേരെ പോകണം. അതാണ് നമ്മുടെ അജണ്ട. സെറ്റല്ലേ? ഡബിൾ സെറ്റ് ആണ്. ഫുള്ള് ബ്ലോഗ് പോയി. അണ്ണാ തുറന്നോ? സ്ക്രിപ്റ്റഡ് അല്ല. അടിക്കട്ടെ, ഞാൻ എല്ലാരും അടിക്കാറുണ്ട്. ഹായ്. ഇതാണ് എന്നെടുത്തേ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിടത്തല്ലേ ഒരു കൊച്ചു. ഇതെങ്ങനെയുണ്ട്? എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് അവന്മാര് അടിപൊളി. ഇത് ആരുണ്ടോന്നേ? അത് സീനല്ലേ? യെസ്, നൈസ്. ചന്ദ്രൻ ആള് മാറിപ്പോയില്ലേ? മാറിയല്ലേ? ഗൈസ്, ഇതാണ് നമ്മുടെ, അതായത് മറ്റേ ലൈക്ക് നമ്മുടെ കേസിന്റെ ബ്ലാക്ക്, സെയിം ബ്ലാക്ക്. ഓണാക്കട്ടോ? ഓണക്ക
ആണല്ലേ. ഓ ഇത് കൊള്ളാം കേട്ടോ. ഇതെങ്ങനെ തള്ളി കയറ്റിൻ്റെ അത്? എടാ ഞാൻ ആദ്യം മറ്റേ ഇച്ചിക്കോനെടുത്ത് തിരികെ കയറ്റിയില്ലാത്ത അപ്പൊ ഇവിടെ ഫാനിലൊക്കെ ഇടിച്ച് കാറി കിടക്കണേ. അവസാനം എടുക്കാനും വയ്യ വയ്ക്കാനും വയ്യ. കമ്പ്യൂട്ടർ മൂഞ്ചി വിചാരിച്ച് സെറ്റ് സെറ്റ്. പിന്നെ കൊറേ കഷ്ടപ്പെട്ട് തിരിച്ചെടുത്തത്. പക്ഷെ ഈഗിൾ അകത്തൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലേ? അത് എക്സ്റ്റേണൽ അല്ലേ? അത് എക്സ്റ്റേണൽ ആയിട്ട് മേടിച്ചല്ലേ? പറഞ്ഞത് അത് എക്സ്റ്റേണൽ ആണ്. പക്ഷെ ഫാനില് മൂൺ സ്ക്രീൻ വെച്ചു. അത് ഫാനിൽ മറയത്തില്ലേ അവിടെ? അവിടെ മറ്റേ എനിക്ക് അറിഞ്ഞത് എന്തിനു വെക്കണമെന്ന്. ഇതൊക്കെ എന്തിനു വെക്കണം എന്നല്ല ചോദിച്ചു. ഒരു സന്തോഷം. ഇതാണ് മിന്നിയൻ്റെ. ഞാൻ ഓൾറെഡി നമ്മുടെ മറ്റേ വ്ളോഗ് കാണിച്ചിട്ടുണ്ട്, ഈഗിളിൻ്റെ കല്യാണ വ്ളോഗിൽ. പിന്നെ അതിൽ നിന്ന് കുറച്ച് അപ്ഡേറ്റ്സും സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആള്. ഓ ഫുൾ ആനിമേ ക്യാരക്ടേഴ്സിനെ കൊണ്ട് നിറഞ്ഞു കേട്ടോ ഇവിടെ വ്ളോഗിൽ. ഒരുങ്ങി ടാറ്റ ബൈ ബൈ ഗൈസ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കയ്യിലുണ്ട്. ഏത് സിറ്റിയില് ആളൊക്കെ കയറി തുടങ്ങി കേട്ടോ ആർപിയില്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ടാറ്റ, കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ മെന്നിയെണ്ണ കണ്ടിട്ട് നേരെ ഇറങ്ങി. ഇനി നേരെ എവിടെയാ? നേരെ നമ്മൾ ലുലു മാളിന്റെ അടുത്തൊരു കട വരെ പോകും. അതെ ഇല്ല ഇത് അനാവശ്യം പറയില്ല ഗൈസ്. നമ്മൾ നേരെ ഈഗിളിൻ്റെ അങ്ങോട്ട് ഇനി. ഓക്കെ ലെറ്റ്സ് ഗോ ഈഗിൾസ് ഫോം കൂടൽ ഗൈസ്. സംഭവം ഈഗിളിൻ്റെ അവിടെ ആരൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് പോകാൻ പറഞ്ഞ്. സോ നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. മുഗൾ ദർബാറിൽ നമ്മൾ ഫുഡ് മേടിക്കാൻ വന്നതാണ്. പോയിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കണം. നൈസായിട്ട് അൽഫാം കഴിക്കാം. നമ്മള് ചാക്കൊക്കെ ആയിട്ടുണ്ട്. അണ്ണന്റെ കുപ്പി നമ്മളല്ല, ഇത് അണ്ണന് ചന്ദ്രു ഇത്രയും ജിമ്മൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ചന്ദ്രന്റെ ഗിഫ്റ്റ് ആണിത്. 1800 രൂപയായി. അത് നമ്മൾ റിവീൽ ചെയ്യില്ല. നമ്മളങ്ങനെ പൈസ പറയരുതെന്നാണ് എത്ര കുപ്പി മേടിച്ചാലും. നമ്മൾ ഈഗിളിന്റെ ഹോമിലെത്തി. അളിയൻ മുകളിൽ കിണഞ്ഞ് പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി അടിച്ച് ഫിറ്റാണ്. ആൽക്കഹോളിക് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അണ്ണൻ അടിച്ചു വെച്ച് ചെറുതായിട്ട് അടിച്ചുള്ളൂ. വ്ളോഗിൽ കുറച്ച് ആള് നീറ്റാണ്. പോഡ്കാസ്റ്റ് ഒക്കെ കഴിഞ്ഞാ? രണ്ടു വാക്ക് പറ. ഹൗ ഇസ് മൈ ട്രാൻസ്ഫോർമേഷൻ? അളിയ സത്യം പറഞ്ഞ നീ 6 പാക്കിനൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വീഡിയോ കണ്ടപ്പോഴാണെങ്കിൽ മനസ്സിലായി. നീ ഞങ്ങളുടെ അടുത്ത് പോലും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. മനസ്സിലായ? അതെ ഞാൻ എന്റെ 6 പാക്ക് റിവീൽ ചെയ്തിട്ടില്ല അളിയ. ഞാൻ വീഡിയോയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് 6 പാക്ക് റിവീൽ ആയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ കുറച്ച് അതിഥികളൊക്കെ ഉണ്ട്. കണ്ണാപ്പിയുടെ ഒരു കോമഡി ഇടയ്ക്ക് പോയ പ്ലീസ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് മാവേലി അണ്ണനായിരുന്നു. അതെല്ലാരും ചിരിച്ചേക്കണെന്ന് പറയാം. ഹലോ ഗബ്രി, അറിയാം. തോമസ് ചേട്ടൻ ഇതുണ്ടാ IPL പോളാ. IPL 22,000 രൂപ. ഈ കഴിഞ്ഞ വിരാട് കോഹ്ലി അടിച്ചൊരു 6 അടിച്ച് ബോൾ. വിരാട് കോഹ്ലി ചന്തിയിലൊരച്ച ബോള്. എക്സ്ക്ലൂസീവ് സാധനമാണല്ലേ? നമുക്ക് ഞാൻ തൊട്ട് കേട്ടോ. ഇത് യൂസ്ഡ് അല്ലല്ലോ. യൂസ്ഡ് അല്ല. അല്ല, വിരാട് കോഹ്ലി ചെറുതായിട്ടൊന്നും ഉപയോഗിച്ചായിരുന്നു. യൂസ്ഡ് പറയല്ലേ? അങ്ങനെ യൂസ് ചെയ്തു. വാല്യൂ കൂട്ടി. മാമന്മാർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്തു. ഹലോ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ പരിപാടി ഒന്നുമില്ല. ഇവിടെ ഓൾറെഡി അവർ ചില്ലിങ് ആണ്. അപ്പോൾ കുറച്ച് ഉണ്ടാകും ഗൈസ്. ഗെയിമിംഗ് റൂം ഫുൾ ഓണാണ്. ഓ എന്നാ ലൈറ്റാ, ഫുള്ള് ലൈറ്റ്. എൻ്റെ പൊന്നെ. ഇവിടെ ഫുള്ള് ലൈറ്റ് ഗൈസ്. ഇവിടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഒരു പോഡ്കാസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു അവൻ്റെ. അതിൻ്റെയാണ് ഫുള്ള് ലൈറ്റ് ഓൺ ആക്കി ഇട്ടേക്കണേ. എൻ്റെ അമ്മേ, സോളാറിൻ്റെ ഒക്കെ കഴപ്പ് അല്ല പിന്നെ. ഈകളെ കൺട്രോളർ ഇത് തന്നെ സാധനം ഊരിക്കൊണ്ട് പോകണം. എല്ലാം ഉണ്ട്. കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന്. ഇത് കൊണ്ടുപോകണം. ഇതൊക്കെ എന്തൊക്കെയാ? ഇത് ഞാൻ കൊടുത്തേ സുപ്ര. ഇതെൻ്റെ സുപ്ര. കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണ്ടല്ലേ.
അളിയാ കുറച്ച് ഇരിക്കും എന്റെ റൂമിനകത്ത് ഒരു എടാ, നല്ല രസമുണ്ടോ? ഞാൻ കുറെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. കൊറേ ക്ലിപ്പ് ഇതെന്താ ഫുൾ ലൈറ്റ് ഓൺ ആക്കിട്ടെ പോഡ്കാസ്റ്റ് കണ്ടാണോ? ഇതാണോ പുതിയ മറ്റേ വണ്ടിയിലെ? പിന്നെ RP കാരണോ വേണ്ട ഒരാവശ്യം എന്റെ ഒരു ഗണ്ണുണ്ട് കൊടുക്കാൻ പിള്ളേർ എല്ലാം എടുത്തു കൊടുത്തു കൊടുത്തല്ലേ വണ്ണം കളിക്കല്ലേ വേണ്ടല്ലേ? അടിക്കുവേ വാ അടിക്കുന്നൊക്കെ പറഞ്ഞാലും ഇന്നേരം അണ്ണ എന്നെ കൈവച്ചിട്ടുണ്ടോ? നിങ്ങൾ ഞാൻ സത്യമായിട്ട് ഞാൻ കുത്തും മാമാർക്ക് കുത്തി തൊലക്കി മറ. ഇല്ലാത്തതായിട്ട് ആണോ എനിക്ക് ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? നല്ല Live ചെയ്യാൻ വേണ്ട. നല്ല ക്യാമറ ആണെങ്കിൽ ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. അല്ല എനിക്ക് ലൈറ്റ് ഒന്നും അണ്ണ അറിയാലോ പാവപ്പെട്ട സ്ട്രീം ചെയ്ത് പൈസ ഉണ്ടാക്കി ലൈറ്റ് മേടിക്കുക മനസ്സിലായോ? അച്ഛനാണ് ഞാൻ ലാമ്പാണ് എനിക്ക് മേടിച്ചത് ലൈറ്റിന് വേണ്ടിട്ട്. ആണല്ലേ? അപ്പൊ കൊറേ അങ്ങനെ ഊറ്റിയല്ലേ നീ? കൊറേ ജീവിച്ചല്ലേ? അപ്പൊ ഇനി കുറച്ചാൾ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. ഹൗസോ ഒന്നും തരായില്ല എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്നു. ബോബേ കൊടയെങ്ങനെ ബോബേ നമ്മുടെ കണ്ണന് ഇവിടെ നിന്ന് എന്തേലും വേണോന്ന് ഗെയിമിംഗ് റൂമിൽ നിന്ന് പൈസ ഒന്നും ഇല്ല. അണ്ണന്റെ അടുത്ത് ലൈറ്റ് വെച്ചതാ അണ്ണൻ തന്നില്ലടാ. കണക്കിന് ബക്കറ്റ് തരാം. ഡിജിറ്റൽ നീ QR കോഡിന്റെ ഒരു ഷർട്ട് അടിയറാ ലൈവിലിട്ട് QR കൊണ്ട് അല്ല അവര് അടിച്ചിരുന്നു അതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ സ്കാൻ ചെയ്ത് കടിക്കാമല്ലോ. ഇങ്ങനെ നിക്കറില്ല ഇങ്ങനെ നീ ഐഡിയ കേട്ടോ പോരാ. QR കോഡുള്ള ടീഷർട്ട് ടീഷർട്ട് അടിക്കും. അപ്പൊ ലൈവിൽ ഗോൾ അടിക്കാൻ പറയണ്ട, ഡയറക്റ്റ് സ്കാൻ ചെയ്യുക, ഇപ്പോഴേ പേയ്മെന്റ് ഒക്കെ കഴിക്കുക. ഇവന് ഡിജിറ്റൽ ലൈവ് ഇടുന്നൊരു ലൈവിനെ പറ്റി അവാദം പറയല്ലേ. ഇതെങ്ങനെ ഇടണോ വ്ളോഗില്? ഞാൻ വ്ളോഗിൽ എങ്ങനെ ഇടും? ഇതൊരു QR കോഡാണ്. അടുത്ത ലൈവില് കിക്കിന്റെ ലൈവിൽ ഈ QR കോഡാണ്. ഇവിടെ വയലൻസ് ആണ് കുറച്ച്. പിന്നെ സ്ത്രീകള് ക്യാമറ ഓണാക്കാൻ പറയാം. എന്തോ ഗിഫ്റ്റ് എന്തോ തരാൻ പോകണമെന്നാണ് പറഞ്ഞത്. എന്തോ ഇത് നിനക്കുള്ള ഗിഫ്റ്റ് ആണ്. ആ കള്ളിന്റെ പുറത്ത് പറഞ്ഞ എടുത്ത് തന്നിട്ട് രാവിലെ ആകുമ്പത്തേക്ക് കണ്ണാമുണ്ണാന്ന് പറഞ്ഞോണ്ടല്ലോ. പോടാ എടാ, ഇത് നീ വാങ്ങിയല്ലേ? ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല ഇന്നാ പൊട്ടിച്ചേ. പോടാ എടാ, നീ റൂമിലേക്ക് വാങ്ങിയല്ലേ? എടുത്തോ. കണ്ടിട്ടില്ലേ? ഇല്ല ഞാൻ പറയട്ടെ. അല്ല ഞാൻ കാര്യം പറയട്ടെ. എന്തിനാ ഞാൻ മോട്ടിക്കാം. അല്ല ഒരു 220 ഓടിച്ച് കഴിഞ്ഞാൽ ആള് ഫിറ്റ് ആവും. അവൻ കൊണ്ടുപോയി എന്തോ തെറ്റോട്ടോ കൊണ്ടുപോയി. കാലൊടിഞ്ഞ സീൻ. താങ്ക് യു ബ്രോ. ഡ്രോൺ മതിയായിരുന്നു. കുഴപ്പമില്ല. ഗൈസ് ഗിഫ്റ്റ് തരണോ? കൊള്ളാം ഗൈസ്. നമുക്ക് ഗെയിമിംഗ് റൂമിലൊക്കെ സെറ്റാക്കാം. നമ്മളെ പുതിയ ഗെയിമിംഗ് റൂമിൽ നമ്മൾ ഓരോ സംഭവം സെറ്റാക്കിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ അകത്തേക്ക് നൈസായിരിക്കും. ആ നീ സ്വന്തം കല്ലൊന്നും ഇട്ടാണ്. സ്ട്രോങ് അല്ലേ? എന്നാ പോയിട്ട് പക്കം സ്ട്രോങ് അല്ല. നേരത്തെ വണ്ടി ആക്സിഡന്റ് ആയി. ഇപ്പൊ 2 കാലിലും ഒരു പയ്യൻ കൊണ്ടുവന്ന് എറിഞ്ഞിടാൻ പോവാ. സത്യം ഇവനെ പോലെ അവൻ എന്തടിക്കണം? ഞാൻ ഇത് വേറെ എന്താണ് എക്സ്ട്രാ എന്തോ അടിച്ചിട്ട് രാത്രി മാമന്റെ കൊടുത്തിട്ട് മാമനാണ് പിന്നെ എന്റെ റിസപ്ഷൻ ഒന്നും ഇവന് ജീവൻ പോലും ഇല്ല. ബോബൊക്കെ മരിച്ചെന്ന്. ബോബൊക്കെ ജീവനില്ലാത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് കുറച്ച് സംസാരിച്ച് ചില്ലാട്ടൊക്കെ ഇരിക്കാൻ പോവാ. സോ എന്തായാലും നമ്മൾ നാളെ രാവിലെ തിരിക്കും ഇവിടെ നിന്ന്. ഇന്ന് കിടന്ന് ഇവിടെ ഉറങ്ങി സെറ്റായിട്ട് നാളെ രാവിലെ തിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ കടാം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ.
ഗുഡ് മോർണിംഗ്. എൻ്റെ എത്രാമത്തെ ഗുഡ് മോർണിംഗ് അല്ലേ ഇത്? നാട്ടിൽ പോയപ്പോൾ കുറേ ഗുഡ് മോർണിംഗ്, വീട്ടിൽ നിന്ന് കുറേ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. ഉറക്കത്തിൽ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രഷൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി നോക്കണം. എഴുത്ത് കണ്ടോ? അയ്യോ കാണാമോ? ഒരു ഒരു പയ്യൻ മാടറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു 10:22 ആയിട്ടുണ്ട്. നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. എന്നാലേ നമ്മൾ 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എറണാകുളത്ത് എത്തത്തുള്ളൂ. സോ ഇന്നലെ ഒരു സർപ്രൈസ് തന്നായിരുന്നു ഈകള്. ഒരു മിനിറ്റ് കാണിച്ചു തരാം ഗൈസ്. സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു FPV ഡ്രോൺ ഉണ്ടായിരുന്നു. അതെടുത്തവ എനിക്കിന്നലെ തന്നു. ഇനി വെള്ളത്തിൻ്റെ പുറത്ത് നേടാന്ന് അറിഞ്ഞൂടാ. ഇന്നലെ എൻ്റെ കൈ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇതെടുത്തോ, ഇതിൻ്റെ ഡ്രോൺ ബാക്കി സംഭവങ്ങളൊക്കെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് പറഞ്ഞ്, നീ ഇതെടുത്തോ, ഡ്രോൺ ഫുള്ള് നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് തന്നു. എന്നിട്ട് എന്തോന്നൊക്കെ വീട്ടിലുള്ള എന്തോന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാരിപ്പാക്കി തന്നു. ആൾ പോയി കട്ടായി. എല്ലാം വാരി ഇപ്പം തന്നെ വണ്ടി കയറ്റണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഫുൾ ഫ്രഷ് ആവട്ടെ പോയി. എല്ലാം ഐശ്വര്യമായിട്ട് എന്നും കഴുകണം, മറിച്ചിടരുത്. ഏതെങ്കിലും ഒരെണ്ണം തള്ളിപ്പോ വീഴും. ഇതാദ്യം പിടിച്ചോ. ഓക്കെ, ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഇതാണ് എൻ്റെ സാമ്രാജ്യം. അതെ, നീ പഠിച്ച് സെറ്റായി കഴിയുമ്പം ഇതെനിക്ക് തരണം. ഓക്കെ കേട്ടോ? പുതിയത് എടുക്കുമ്പോൾ നന്നാണ്. ആ, ഉറപ്പായിട്ടും. എടുക്കുമ്പോൾ എനിക്ക് തിരിച്ചു തരണം. യെസ് ഗൈസ്, വി ഗോട്ട് ഡ്രോൺ. ഇത് മോഡൽ ഏത് നിങ്ങളെ? DJ അവാട്ട. ഇപ്പോൾ ഇതില് അങ്ങനെ ഭയങ്കര വിഷ്വൽ സംഭവങ്ങളൊന്നുമില്ല, സംഭവമൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രൈസി ഷൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നൈസ് എന്തേലും വേറൊരു വൈബില്. ബിഗ് ബോസ് കാണുന്നാളാ വെച്ചിട്ട് റിമോട്ട് തന്നിട്ട് പോയത് എനിക്ക് നീ ആരാ നിന്റെ ഫേവറേറ്റ് ആരാ? നമുക്ക് അങ്ങനെ ഫേവറേറ്റ് എന്നാലും നമ്മുടെ ചാനൽ വഴി 2 പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. എന്നാലും എന്റെ നെക്സ്റ്റ് സീസണിലൊരു കണ്ടസ്റ്റന്റ് ആണ് വൈപ്പർ സ്പോർട്സ്. എന്റെ ഫുൾ ഔട്ട് കണ്ടസ്റ്റന്റ് വൈപ്പർ സ്പോർട്സിനെ എല്ലാരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിൽ. എന്ത് രസോടാ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കി നീ ഒന്ന്. ഇതാരാ ഇത്? ഹലോ, എന്തുവാ? ഇതാണ് നമ്മുടെ ഇവന്റെ ചേട്ടൻ വിസ്കി. പിന്നെ നമ്മുടെ ലോക്കി. 2 പേര് ഇവിടെ ഉണ്ട്. ഹലോ, അറിയോ? അറിയൂടാ? എടാ ഇത് ലോക്കി. എടി എന്തുണ്ട്? എന്തുണ്ട്? ഹായ്. അയ്യോ, ദിസ് ഈസ് വിരു രാജപാളയം. പക്ഷെ ആളൊരു കുഞ്ഞു വാവയെ പോലെയാണ് ഇവിടെ എല്ലാവരും നോക്കുന്നത്. ആൾ കടിക്കത്തൊന്നുമില്ല കേട്ടോ, പാവാ. ടാറ്റാ. ഗൈസ്, ഫുള്ള് സെറ്റ് ചെയ്ത് ഡ്രോണ് പർച്ചേസ് ഫുള്ള് കഴിഞ്ഞ്. ഡ്രോണ് നമ്മുടെ ഇത് ഇന്നലെ കാണിച്ചാ ഞാൻ. ഇത് വിഷയ സാധനം കേട്ടോ, നമ്മുടെ വോളിൽ വെക്കാൻ പറ്റിയ സാധനം. ഇത് ഫുള്ള് നിറഞ്ഞ കേട്ടാ. ആദ്യമായിട്ടാണ് നാട്ടിൽ പോകുമ്പോൾ ഇത്രയും സാധനങ്ങൾ. ഗൈസ് അപ്പോൾ ഇറങ്ങുവാണ്. ബൈ. കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു എൻ്റെ കാണാനെന്ന് പറഞ്ഞ് നേരെ വന്ന് വീട്ടിലൊരു ഏരിയ അങ്ങ് വൈപ്പ് ചെയ്ത് 1 ലക്ഷം രൂപയുടെ സാധനമായിട്ടാ പോണം. 1 ലക്ഷം അല്ല, ഡ്രോൺ മാത്രം ഉണ്ടല്ലോ 1 ലക്ഷം രൂപ. ഒരു 2 ലക്ഷം രൂപ പർച്ചേസ്. 1.5 ലക്ഷം രൂപയുടെ സാധനം, ഒരു 30,000 രൂപയുടെ ലൈറ്റ് എല്ലാം ആയിട്ട് അങ്ങ് ഇറങ്ങി. താങ്ക് യു. ഇന്നലെ അടിച്ചു കിണ്ടി കഴിഞ്ഞ ബോധക്കേടിന്റെ പുറകിൽ ഞാനെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അപ്പഴേ റെക്കോർഡ് അപ്പഴേ വണ്ടി കയറ്റി സാധനം അപ്പൊ തന്നെ വണ്ടി മനസ്സ് അവിടെ നേരെ
അവിടെ ഞാൻ എന്താ ഇപ്പൊ എണ്ണീറ്റ് വന്നോളൂ എണ്ണീറ്റ് മോഹം കഴിവ് വന്നപ്പോഴത്തേക്കിന് പോവാന്ന് പറയണേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്താ. വണ്ടി ചെക്ക് ചെയ്തപ്പോ എന്റെ മേളത്തെ റൂമിൽ ഒരു ഏരിയയിലുള്ള സാധനങ്ങൾ ഫുൾ അതിന്റെ ബാക്കിലുണ്ട്. ഇപ്പൊ കുറച്ച് സാധനം എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ശരിയാണ്, ഞാൻ അങ്ങോട്ട് വരും. എന്റെ അധികം ഇരിക്കുന്ന സാധനങ്ങൾ പറക്കാൻ ഞാൻ വരും. വണ്ടി അപ്പൊ ഒരു ബ്ലുപ്പടി ഗൈസ്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങുവാണ്. ബ്ലുപ്പടി. എൻ്റെ അമ്മോ ഗൈസ്, ഞാനൊരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ്. എനിക്ക് ഏത് സ്ഥലം എന്ന് പറഞ്ഞൂടാ. എരുമേലി റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരണേ. ഞാനിവിടെ വന്നപ്പം കണ്ടൊരു വ്യൂ ആണ്. പക്ഷെ എൻ്റെ പള്ളി, ഇത് എന്നാ വ്യൂവാ. എൻ്റെ കണ്ണിൽ കാണാൻ പറ്റുന്ന അത്ര ഭംഗി ഈ ക്യാമറ കാണുമ്പോൾ എന്തായാലും ഇല്ല. നല്ല രസമുണ്ട്. ഏതാ സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊൻകുന്നം അങ്ങോട്ട്, മണിമല അങ്ങോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഫുഡ് കഴിക്കാൻ നന്ദാവനം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വൈബൊക്കെ ഉണ്ട്, നോക്കാം എന്തായാലും. ഗൈസ് ഇവിടെ നല്ല പോർക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോർക്ക് ഫ്രൈയും ഒരു 3 ചപ്പാത്തിയും കഴിച്ചു നോക്കാം. നല്ല പോർക്ക് കേട്ടോ, വിഷയം വേണം. ഇന്ന് കഴിച്ചു നോക്കാം നമുക്ക്. കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അത്യാവശ്യം നല്ല ഫുഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ന്യായമായിട്ടുള്ള വില, നല്ല ഫുഡ്. അപ്പോൾ നമ്മൾ തിരിക്കുവാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് നമുക്കൊരു 80 കിലോമീറ്റർ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:45 ആയി. നമ്മൾ വീട്ടിലെത്തി. കുറച്ച് ബ്ലോക്ക് കിട്ടി, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സേഫായിട്ട് വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ 3-4 ദിവസത്തെ പര്യടനമൊക്കെ കഴിഞ്ഞ്, എനിക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ എന്ത് തോന്നുന്നു അറിയത്തില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാട്ടിൽ പോകുന്നത്. കാരണം ഞാൻ 3 മാസത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലൊക്കെ പോകുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. എന്താ പറയുക, എല്ലാവരും ഇൻസ്പയർഡ് ആയി അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയി എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ വ്ളോഗ് കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് നമ്മൾ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു ഗൈസ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.